ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഈസ് അമീർ ഷാ. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് ഫാമിലിയുമായി കാലിക്കറ്റ് വരുമ്പോൾ സാധാരണ നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്കിവിടെ പാർക്കിംഗ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് കിട്ടാത്തത് കാരണം നമ്മൾ ഇവിടെ ഇറങ്ങാതെ കുട്ടികളുമായി മുന്നോട്ട് പോകുന്നൊരു അവസ്ഥയാണുള്ളത്. പക്ഷേ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കൊരു അനുഗ്രഹം എന്ന പോലെ ഇവിടെ ഒരു പുതിയ പാർക്കിംഗ് നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പാർക്കിംഗ്. ഇതാണ് ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മളെ പാർക്കിംഗ്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇത്രയും ഏരിയയിൽ ലോങ് ആയിട്ട് കാർ പാർക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, അങ്ങനെ കുറേ മുന്നോട്ടുനിന്ന് അവിടുന്ന് രണ്ട് സൈഡും പാർക്ക് ചെയ്ത് ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റാണ്. അതായത് നമ്മൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലൈ ഓവർ കഴിഞ്ഞ് വന്നാൽ നമ്മളെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പമ്പിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോന്നാലാണ് ലെഫ്റ്റ് സൈഡിലാണ് ഈ പാർക്കിംഗ് ഉള്ളത്. ഇതിന് ചാർജ് ചെയ്യുന്നത് വെറും 50 രൂപ മാത്രമാണ്. സൗത്ത് ബീച്ച് പേ പാർക്കിംഗ് എന്ന് അതിന് പറയപ്പെടുന്നത്. 2 മണിക്കൂറിന് ഇവർ ചാർജ് ചെയ്യുന്നത് വെറും 50 രൂപ. കണ്ടോ, ഇതിൽ കാണിക്കുന്നുണ്ട് സൗത്ത് ബീച്ച് പേ പാർക്കിംഗ് 50 രൂപ മാത്രമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക്, നമ്മളെ ഫ്രണ്ട്സിന് ഇത് നല്ലൊരു അനുഗ്രഹമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി കാലിക്കറ്റ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ വല്ല ഫെസ്റ്റിവലോ മറ്റു വല്ല എന്തെങ്കിലും ഈവൻറ്റുകൾ നടക്കുകയാണെങ്കിൽ ഇത് പലപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമല്ല. പക്ഷെ എന്നാൽ പോലും ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർക്കിങ്ങിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. നമ്മൾ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോൾ ഈ സുന്ദരമായ ബീച്ച് നമുക്ക് കാണാം. നമുക്ക് വണ്ടി ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇത്രയും സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു 100-400 വെഹിക്കിൾസ് എല്ലാം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 2 സൈഡിലും കുറച്ച് ലോങ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ഇതാണ് ഞാൻ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് കണ്ടൊരു മാറ്റം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടൈം കാലിക്കറ്റ് ബീച്ചിൽ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. താങ്ക് യു വെരി മച്ച്. കണ്ടോ, ഇതാണ് നമ്മളെ പാർക്കിംഗ്. ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഇത്രയും ഏരിയയിൽ ലോങ് ആയിട്ട് കാർ പാർക്കിംഗ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, അങ്ങനെ കുറേ മുന്നോട്ടുനിന്ന് അവിടുന്ന് 2 സൈഡും പാർക്ക് ചെയ്ത് ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് ഏറ്റവും ലാസ്റ്റാണ്. അതായത് നമ്മൾ ബീച്ചിൽ എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലൈ ഓവർ കഴിഞ്ഞ് വന്നാൽ നമ്മളെ ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ആ പമ്പിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോന്നാലാണ് ലെഫ്റ്റ് സൈഡിലാണ് ഈ പാർക്കിംഗ് ഉള്ളത്. ഇതിന് ചാർജ് ചെയ്യുന്നത് വെറും 50 രൂപ മാത്രമാണ്. സൗത്ത് ബീച്ച് പേ പാർക്കിംഗ് എന്ന് അതിന് പറയപ്പെടുന്നത്. 2 മണിക്കൂറിന് ഇവർ ചാർജ് ചെയ്യുന്നത് വെറും 50 രൂപ. കണ്ടോ, ഇതിൽ കാണിക്കുന്നുണ്ട് സൗത്ത് ബീച്ച് പേ പാർക്കിംഗ് 50 രൂപ മാത്രമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾക്ക്, നമ്മളെ ഫ്രണ്ട്സിന് ഇത് നല്ലൊരു അനുഗ്രഹമാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി കാലിക്കറ്റ് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ വല്ല ഫെസ്റ്റിവലോ മറ്റു വല്ല എന്തെങ്കിലും ഈവൻറ്റുകൾ നടക്കുകയാണെങ്കിൽ ഇത് പലപ്പോഴും നമുക്ക് അവൈലബിൾ ആയിരിക്കണമെന്ന് നിർബന്ധമല്ല. പക്ഷെ എന്നാൽ പോലും ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു പാർക്കിങ്ങിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നു. നമ്മൾ ഫ്രണ്ട്സ് ആരെങ്കിലും വരുമ്പോൾ ഈ സുന്ദരമായ ബീച്ച് നമുക്ക് കാണാം. നമുക്ക് വണ്ടി ഒരു ഭാഗത്ത് പാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഇത്രയും സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഒരു 100-400 വെഹിക്കിൾസ് എല്ലാം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്താണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 2 സൈഡിലും കുറച്ച് ലോങ് ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ഇതാണ് ഞാൻ കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് കണ്ടൊരു മാറ്റം എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടൈം കാലിക്കറ്റ് ബീച്ചിൽ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ്. താങ്ക് യു വെരി മച്ച്.